നമസ്തേ. ഒരു ട്രിപ്പിന്റെ കാര്യം സംസാരിക്കാൻ നിങ്ങള് അല്ല ഓൾറെഡി ട്രിപ്പ് ഉണ്ട്. ഉണ്ടോ? നമ്മൾ ട്രിപ്പ് ഉണ്ട് US. എവിടെ? US. അപ്പൊ ഒരു പരിപാടിന്റെ കാര്യം ഞങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടേ. ആണോ? എങ്ങനെ നിങ്ങള് ടീമായിട്ട് എങ്ങനെ പോലെ? നമ്മള് ഒരു 16 പ്രോഗ്രാം ഉണ്ട് ഓൾറെഡി. 16 ഉണ്ടോ? അപ്പൊ ഞങ്ങളതൊരു 16 ഉണ്ടാവും. 16 പരിപാടി. 34 പരിപാടി ഓക്കെ അല്ലേ? ഒരുപാട് ടൈം വേണ്ടി വരും. എത്ര മാസം ഉണ്ടാവും അവിടെ? നമ്മള് ഒരു മാസം ഉണ്ട്. ഒരു മാസം അല്ലേ? ഒരു 2-2.5 മാസമൊക്കെ പോയിക്കോളി. അമേരിക്കല്ലേ? അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക് ഇപ്പൊ? പേയ്മെന്റ് എങ്ങനെയൊക്കെയാണ്? അതിന്റെ പൈസന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. പൈസ ആയിട്ടൊക്കെ പറയുന്നത് ഒരു കാര്യം, നിങ്ങളിപ്പോ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, നിങ്ങളാണല്ലോ കൊണ്ടുപോകണം. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളല്ല പരിപാടിക്ക് പോണേ. നിങ്ങൾ പരിപാടിക്ക് പോകുമ്പോ നിങ്ങൾ ഇവരെ കൊണ്ടുപോകണം. അത് ശരി. നമ്മളെ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നല്ല, ഈ ശകട നമ്മുടെ തലയ്ക്ക് വെക്കാൻ വന്നാണ് അല്ലേ? അല്ല, ഇതാരാ? ഇവരെങ്ങൾക്ക് അറിയില്ല. മോനെ, അന്നൊരു മനുഷ്യ ജീവിക്ക് അറിയില്ല കേട്ടോ. നമ്മളങ്ങൾ അറിയില്ല. ഇവര് പുറലോകായിട്ട് ഒരു ബന്ധമില്ല. ടീമാവണം. നിങ്ങൾ എന്താ ആൾക്കാരാണ്? നമ്മളെ ഏരിയയിലൊക്കെ വരി. കണ്ടില്ല അത് കണ്ട മുഖത്തെന്തോ പൊള്ളിയോ? പൊള്ളിയല്ല, ഞങ്ങളുടെ പിള്ളേ ടീമാണ്. ഇത് ഏതാ സ്ഥലം ശരിക്കും? ഈ പറയുന്ന ഭാഷ സംസാരിക്കുന്ന സ്ഥലം ഏതാ? കുണ്ടുങ്ങല് കോഴിക്കോട്. കുണ്ടുങ്ങല് കോഴിക്കോട്. കൊച്ചിച്ചറ ആണോ? കുറച്ച് അങ്ങോട്ട് പോണം. അത് കേരളത്തിൽ തന്നെ ആണല്ലോ അല്ലേ? അല്ല, പണ്ടത് ഇന്ത്യയിലെ. ഇപ്പൊ എവിടെയാണ്? അല്ല, ഇപ്പൊ എന്താ ഇപ്പൊ വന്ന കാര്യം? ഇപ്പം നല്ല നിങ്ങളെ പരിപാടിക്ക് പറ്റിയ ഒരാളാണ്. ഇപ്പം മിമിക്രീന്റെ സംഭവമാണ്. ഇപ്പം നന്നായിട്ട് ഇത് ചെയ്യും. ആണോ? കൊരല് ഇഷ്ടംപോലെ കൊരലെടുക്കും. എത്ര ആളാ കൊരലാണ് ഞാൻ കൊരല്ലോ? അല്ല, നിങ്ങൾ അതിന് ഇവിടെ എന്താ പറയാ? മിമിക്രി പറയണ മിമിക്രി ശബ്ദാനുകരണം. അയ്യോ, ഇവര് ജനറലായിട്ട് ഒരു ടീമായിട്ട് ബന്ധമില്ല. നിങ്ങൾ ഇപ്പോൾ ഉൾനാടാണല്ലോ കളി. നമ്മളെ ഏരിയയിലേക്ക് വരും. ആ കൊരലിന്റെ ശബ്ദം. അയ്യേ, ഇവിടെ ടീംസ് ഇവിടുത്തെ പ്രോസസ്സാണ്. നമ്മളവിടെ അല്ല പറയും. എന്താ പറയാ? നമ്മള് കൊരലി കൂറ്റുന്നല്ല നമ്മളവിടെ പറയുന്നത്. കൂറ്റോ ആണ്? ഞാനറിയത്. നിങ്ങൾ കുറച്ചൊരു ഇതൊക്കെ വേണം കേട്ടോ. കൊറലോക്കായിട്ട് ബന്ധമൊക്കെ വേണം. എന്തൊക്കെ കൊരല് എടുക്കും? മറ്റേ വെറൈറ്റി എടാ, മറ്റേ മൂപ്പരെ ശബ്ദം എനിക്ക് ചെയ്യണേ. അരണി മറ്റേ കർഷന്റെ മറ്റേ മൂപ്പരില്ലേ അന്ന് കോയിപ്പീടിയന്റെ അവിടുന്ന് ചെയ്തില്ലേ? പോടാ അവിടുന്ന്. മറ്റേ വയസ്സായിട്ട് അല്ലു അർജുൻ അല്ല, ഇങ്ങനൊക്കെ പറയും മൂപ്പര്. അവരുമായിട്ട് സംസാരിക്കണം. നന്നായിട്ടുണ്ടല്ലോ. അല്ല, ഇയാള് പറഞ്ഞത് നന്നായിട്ടുണ്ട്. വലിയ ആളെ ഇവിടെ ഒന്നും നിന്നെ കൂട്ടി കൊണ്ടുവന്ന് എനിക്ക് മെയിൻ ആവാണ്. ഇന്ന സിനിമയിൽ കയറ്റാനല്ലോ നിൽക്കണേ. ഞാനാണ് പറയും. ഇവനെ അറിയില്ലത്. ആണോ? ശരി, എന്നാ പിന്നെ നിങ്ങൾ പറയും. ഞാൻ മറ്റൊന്നത് പറയാം. ഏതാ? അനൗൺസ്മെന്റ്. ഇവന്റെ കുരലിൽ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ എന്റെ കുരലിൽ മുരളിയിലെടുക്കും. മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, നവരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്കെന്നും സുപരിചിതനായ മലയാളികളുടെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. ഒരു നീറ്റിരിക്കാത്ത പകലിൽ മലയാളികളെ വിട്ടുപിരിഞ്ഞു പോയ മലയാളികളുടെ അനശ്വര നടൻ ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കിയത്? ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്ന് ഉയർന്നെത്തിക്കാൻ സമ്മതിക്കാതെ ആക്കിയോ? ഇവൻ എന്റെ പെരല് കേറി വന്നിട്ട് നമ്മളെ പെരല് മീൻപൊറിച്ചതിന്റെ മണം വരുമ്പോ എന്റെ പെരല് കേറി വരുവേ. എന്നിട്ട് നമ്മളെ വീട്ടില് 2 അയില പൊരിച്ചൊക്കെ മീൻകളൊന്നായി. ആ 2 എന്റെ പെരല് എന്റെ ബാപ്പക്കച്ച 2 പിന്നാളെ കഞ്ഞുള്ള കട്ട് കുടിച്ചായി. എന്റെ പെരല് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഞാൻ നിലത്ത് കട്ടിലുള്ള കിടക്കലായി. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ നിലത്ത് ഇയാള് കട്ടില്ലോ? അതെന്താ നിങ്ങൾ കട്ടില് കിടക്കാത്തത്? മൂത്രയിച്ചാണോ? മനസ്സിലായിക്കോ?
ചങ്ങായി ഇത് ചാൻസ് ഞാൻ വാങ്ങി തരാൻ വേണ്ടി വന്നിട്ട് ഇവന്റെ മറ്റേ സംഭവം ഉണ്ട് കേട്ടോ. വെറൈറ്റി വെറൈറ്റി മറ്റേ സാധനല്ലേ ഇത് ഏത് ഏത് ഏതെങ്കിലും ഒന്ന് ചെയ്യ്. മറ്റേത് ചെയ്താലോ? ഏതാ? വെറൈറ്റി പസികളുടെ കുരലെടുത്താലോ? വെറൈറ്റി പസികൾ കുരല്. പക്ഷികൾ ഇന്ന് വരെ സ്റ്റേജിൽ ആരും ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളാണ്. മിമിക്രി അധികം ആരും ചെയ്യാത്ത ഒരു സംഭവമാണ് കുറെ വെറൈറ്റി പക്ഷികളുടെ ശബ്ദം. ഓക്കെ, ശരി. ഏത് പക്ഷിയാണ്? ഓസ്ട്രേലിയയിലെ ചതുപ്പ് നിലങ്ങളിൽ മാത്രം നമ്മൾ കാണുന്ന നമ്മളെ ചതുപ്പ് നിലങ്ങൾ മാത്രം കാണുന്ന സുറാട്ടിപ്പ എന്ന പക്ഷി. സുറാട്ടിപ്പ നമ്മളെ അയ്യോ സുറാട്ടിപ്പ കണ്ടില്ല? ഇല്ല. അത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന പക്ഷിയൊന്നും അല്ലല്ലോ. അന്റാർട്ടിക്കല്ല എവിടെയെന്ന് പറഞ്ഞു? ഓസ്ട്രേലിയയിലെ ഇവിടെ നമ്മുടെ ദേശാടന കിളികളാണ്. ദേശാടന സമയത്ത് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു പക്ഷിയില്ല ഇവിടെ വന്നിട്ട്. ഒറ്റപ്പച്ചല്ല ഇപ്പൊ ആത്തൊക്കെ ഉണ്ടാവില്ലല്ലോ ദേശാടന പക്ഷി. സൊറാട്ടിപ്പ സൊറാട്ടിപ്പ നോക്കാമല്ലോ. സൊറാട്ടിപ്പ സൊറാട്ടിപ്പ ഹലോ, ഇതിപ്പോ ഓട്ടോറിക്ഷയുടെ ശബ്ദമല്ലേ എടുത്തത്? കിട്ടുന്നുണ്ട്. ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ട്. ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ടോ? ഓട്ടോറിക്ഷ രണ്ടും ഇതേ ഓട്ടോറിക്ഷയുടെ സൗണ്ട് ഇത്. ഓട്ടോറിക്ഷ കിട്ടും. ഓട്ടോറിക്ഷ എടുക്കല്ലേ ഞാൻ 2 കുരലെടുക്കും. ഓട്ടോറിക്ഷ ചെയ്യാം. പിന്നെ മലേഷ്യയിലെ മലയോര പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന സിമ്പിൾ പാട്ട. സിമ്പിൾ പാട്ട സിമ്പിൾ പാട്ട് എന്താ പക്ഷിയാ? സിമ്പിൾ പാട്ട പക്ഷിയാണെന്ന് അറിയില്ല. എനിക്ക് ഇതുവരെ സിമ്പിൾ പാട്ട് എന്ന് പറയുന്ന ഒരു പക്ഷിയ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ്. നമ്മളവിടെ കാക്കല്ലേ അതേമാതിരത്തെ ഒരു പക്ഷിയാണ് ഇത് മലേഷ്യയിലെ. സിമ്പിൾ പാട്ടിനെ കൊണ്ടല്ലേ? അങ്ങനെയല്ല ഞാൻ ചെയ്തത്. നോക്ക് ഇത് ദേശീയ ഗാനമല്ലേ ഇതാ ഇതിൽ വായിക്കുന്നത്? ഈ ചെങ്ങായി കൊളാക്കിയപ്പന്റെ പിന്നാലെ പിടിച്ചാൽ കേറിപ്പോയതാണ്. അതല്ല സാധനം. കൊളാക്കല്ലത് അത് അങ്ങനെയല്ലത്. നിങ്ങൾ ഇപ്പൊ ആദ്യം പറഞ്ഞ ഓസ്ട്രേലിയയിലെ ആ പക്ഷിയുടെ ശബ്ദം ശരിക്കും എങ്ങനെയെന്ന് അറിയാം? എന്താ പക്ഷിയുടെ പേരെന്താന്ന് പറഞ്ഞ? സിമ്പിൾ പാട്ട. അത് രണ്ടാമത് പറഞ്ഞല്ലേ? ആദ്യം പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പറയണ്ടേ? പക്ഷിന്റെ പേര് മറ്റേ പക്ഷിക്ക് അറിയോ? നിങ്ങളൊന്നും കുത്തൊന്നുമില്ലല്ലോ. വെറുതെ ഞങ്ങളെ കൂടാവേണ്ട കാര്യം. ഇതൊക്കെ നമ്മള് വിളിക്കാൻ സുഖത്തിന് വിളിക്കണല്ലേ പക്ഷികൾക്ക്. അതൊന്നും അല്ല, ഇറങ്ങിപ്പോയ ഇത് നടക്കില്ലേ? ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളൊന്നും ഇറങ്ങിപ്പോയി. അല്ല എന്തെങ്കിലും ഒരു ലോകത്തിലെ പേരുമായിട്ട് വന്ന് ഞങ്ങളും കുറെ മിമിക്രിക്കാരെയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഞങ്ങളും കുറെ കണ്ടതാണ്. പക്ഷെ ഇങ്ങനത്തെ ലോകത്തുണ്ടാവില്ല ഇങ്ങനെ പാട്ട പുറകലിനൊക്കെ പറഞ്ഞ് ചുമ്മാ വന്നേക്കുവാ പറ്റിക്കാനായിട്ട്. പ്ലാക്കുണി തരില്ല. ഇല്ല ഇല്ല, എടുത്തോണ്ട് പോണം. എന്റെ മറ്റേ ദേശീയഗാന ഇടയിൽ വന്നതിനെ കൊണ്ടാണത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഏറ്റുപിടിക്കേണ്ടി സംബന്ധം ഉണ്ടായത് അതെന്ന് വെച്ചാൽ ഇവരൊക്കെ സിനിമക്കാരല്ലടോ. ഇവർക്ക് ഒരാള് വളരെ ഇഷ്ടമല്ല. സിനിമയിലുണ്ട്. കണ്ടില്ല? ഞാനൊന്നും കണ്ടില്ല. നമ്മളവിടെ പടന്നില്ല. നമ്മളെ ഭാഗത്തൊന്നും. നമ്മളവിടെ ഇപ്പൊ ലാസ്റ്റ് വന്നേതാണ്. നമ്മളവിടെ മുച്ചക്കറിന് കളിക്കുന്നുണ്ട്. മുഞ്ചത്തി പൊണ്ണുള്ള അഞ്ചത്തിയും കളിക്കുന്നുണ്ട്. അതാണ് സംഭവം. അതിലൊന്നും മൂപ്പരില്ലല്ലോ. മൂപ്പരുണ്ടാവല്ലോ. വെറുതെ വരല്ല. അപ്പൊ എനിക്ക് ചാൻസ് ഇല്ല. ചാൻസ് ഒന്നും കിട്ടൂലടാ. വാ അങ്ങോട്ട്. അപ്പൊ ഇനി ഒരു കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിനാവുകയാണ്. മുമ്പ്യാള് അമ്മക്കും നാഷണൽ അവാർഡൊന്നും വേണമെന്നില്ല. ഓ അമ്മക്കും വാങ്ങാ കാറ്. ഒരുത്തനെ മൂലക്കിലാക്കിയപ്പോ സന്തോഷായില്ലേ? ഒരുത്തനെ കൊളാക്കിയില്ലേ? ഒരുത്തനെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തകർത്ത എന്ത് ആയിക്കോട്ടെ. ഒരു മനുഷ്യനെ ഇറക്കി വിട്ടു അപമാനിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. വെല്ലുവിളിക്കുന്നു. എല്ലാരും സോറി ചേട്ടാ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അല്ല, ഞാൻ ഇത്രയും ഒരു തകരാറുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ല ഇല്ല. പിന്നെ നിങ്ങളെ പരിപാടിയില് അങ്കോളിയിലുള്ള മംഗോളി പക്ഷീന്റെ ശബ്ദം ഉണ്ടാക്കുന്ന ആളെ വേണോ? അങ്കോളിയിലുള്ള മംഗോളി പക്ഷീന്റെ കയ്യറ. ഇനി നീ വാ തുറന്ന് ആഹാരം കഴിക്കാൻ വാ തുറന്ന അടിച്ചു കൊല്ലും ഞാൻ. ഇറങ്ങിപ്പോ. മംഗോളിയിലുള്ള ഹങ്കോളി പക്ഷി വേറെ കിവിയുണ്ട്. നിന്റെ നാക്ക് ഞാൻ പിടിച്ച് ഇവിടെ തറയിടും. അല്ല അപ്പൊ ഞാനെങ്ങനെ തിന്നുക? നീ തിന്നണ്ടേ?
വളരെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. കാരണം കോഴിക്കോട് ജില്ലയിലുള്ള ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഒരാളാണ്. എന്തായാലും പെർഫോമൻസ് ഉഗ്രനായിരുന്നു. ഇനി നമുക്ക് കിഷോറിനെ കുറിച്ച്, താങ്കളുടെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ സംസാരിച്ച സ്ഥിതിക്ക്, അദ്ദേഹം വന്ന സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകരെല്ലാം അദ്ദേഹത്തിനെ കാണാനായിട്ടിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കണം. ഇതൊക്കെ പറഞ്ഞൊന്ന് റെഡിയാക്കി തരണം. പറഞ്ഞ അവന്റെ കൈയും കാലും ഒന്ന് വെട്ടി. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം കിഷോർ വർമ്മ. നമസ്തേ, സ്വാഗതം. കിഷോർ അമേരിക്ക കഥ തൊട്ട് ഇവിടെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രണയിച്ചത്, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കിഷോറിന് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. നല്ല ജോലി. ഒരു പണി തരുമ്പോ അങ്ങോട്ടൊരു പണി കൊടുക്കണ്ടേ? എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ഇപ്പൊ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് കിഷോറിൽ നിന്ന് ഒരു പാട്ട്. ഏത് പാടും? ഏതായാലും ഒരു സന്തോഷമുള്ളൊരു അവസരത്തില് ഒരു അടിപൊളി ഗാനം. ഓക്കെ, റെഡി? മഞ്ഞാടും മാമലത്താഴത്ത് നീ ഒന്നു പാടടി പൂങ്കുയിലേ. പൊന്മാനെ പൂന്തേനെ നീ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കുട്ടൻ കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും, ചിരി കണ്ടാലാരും വീഴും. ചിങ്കാര പൊന്നും തിടമ്പേ, വിടർന്ന കട്ടമ്പേ, കിലുങ്ങും കരിമ്പേ, കുറുമ്പിൻ കരിമ്പേ. പൊന്മാനെ പൂന്തേനെ നീ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കുട്ടൻ കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും, ചിരി കണ്ടാലാരും വീഴും. ചിങ്കാര പൊന്നും തിടമ്പേ, വിടർന്ന കടമ്പേ, കിലുങ്ങും ചീലമ്പേ, കുറുമ്പിൻ കരിമ്പേ. കിഷോറെ, നമുക്ക് കോമഡി സൂപ്പർ നൈറ്റിന് ഇതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം ഭാര്യയും കൊണ്ട് വന്ന ആളാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് എന്തായാലും ഇതിനകത്ത് കയറ്റി ഒരു പാട്ട് പാടി. വളരെ സന്തോഷം. താങ്ക് യു. ഇനി എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചാനൽ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രൊമോഷൻ തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏത് ടെലിവിഷൻ ആയാലും, പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം മുതൽ ഞങ്ങളുണ്ടായിരുന്നു. ഇതിന് സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാനലുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരാജേട്ടൻ്റെ കൂടെ അശ്വതിയുടെ കൂടെ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് സുരാജേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടി വിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹവും പ്രോത്സാഹനവും എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ കോമഡി സൂപ്പർ ആയിട്ട് ഒരു തകർപ്പൻ ചിരി ഇറങ്ങുക അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.